ഒരു ഫെനിക്സ് പക്ഷി ഇങ്ങനെ പറക്കാൻ ചിറക് വിടർത്തി ഞാൻ ദേ ഇപ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് പറന്നു പോവാന്ന് പറയുന്ന പോലെ ഇരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വന്ന് ആരോ എൻ്റെ ചിറക് വെട്ടിയിട്ടൊരു ഫീലായിരുന്നു. ആ റോട്ടിൽ കിടന്ന് ഞാൻ ഉറക്ക അലറി കരഞ്ഞു. അതെൻ്റെ പെയിൻ കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, എൻ്റെ സ്വപ്നം എനിക്ക് എത്തിപ്പിടിക്കാൻ ഇനിയും സമയമെടുക്കുമല്ലോ എന്നുള്ള വേദനയുടെ പുറത്തായിരുന്നു ഞാൻ കരഞ്ഞത്. പക്ഷേ അവിടെ എനിക്കൊരു ഹോപ്പ് അത് കിട്ടിയത് കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു. 10th ഡേ ഈ പറയുന്ന എല്ലാവർക്കും ഞാൻ മെസ്സേജ് അയച്ചു, അമ്മയ്ക്കടക്കം ഒരു വീഡിയോ മെസ്സേജ് അയച്ചു. വീഡിയോ മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ ഗോൾ കാർഡ് എഴുതി. നമ്മുടെ കാൽസോളിൻ്റെ ഗോൾ കാർഡാണിത്. സാറ് പറഞ്ഞ പോലെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിരുന്നു, വീഡിയോ എടുത്തിരുന്നു. ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് December 2026 പക്ഷേ ഓൾമോസ്റ്റ് December 2025 ആയപ്പോഴേക്കും ഇതിൻ്റെ ഒരു പകുതിയോളം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ കുറേ കൂടെ ഇൻവോൾവ് ആവും, പല ഡിസ്ട്രാക്ഷൻസിലേക്കും പോവാതെ ഒരേ കാര്യത്തിനെ ഫോക്കസ് ചെയ്യാൻ നമ്മളെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. എല്ലാവരുടെയും ലൈഫിൽ ചലഞ്ചസ് വരും. നമ്മളുടെ പ്രോബ്ലത്തിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലത്തിനെയും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ ശ്രമിച്ചാൽ അത് നമ്മളെ ഒരുപാട് സ്ട്രോങ് ആക്കും. ശരിക്കും ഈ ആക്സിഡൻറ്റ് എന്നെ ഒരുപാട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സപ്പോർട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള കാരണം കിടന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നെ പഠിപ്പിച്ചത് കാൽസോൾ കമ്മ്യൂണിറ്റി മാത്രമാണ്. നമ്മുടെ നെക്സ്റ്റ് സ്പീക്കർ ശരിക്കും പറഞ്ഞാൽ എഗൈൻ വീഡിയോ ആണ്. വീഡിയോയുടെ പിറകിൽ നിന്നും വീഡിയോയുടെ ഫ്രണ്ടിലോട്ട് മുന്നിലേക്ക് വന്ന ഒരു സ്റ്റോറിയാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഒരു IT സോഫ്റ്റ്വെയർ ഫീൽഡിൽ നിന്നും ആകസ്മികമായിട്ട് സ്വന്തം പാഷനിലേക്ക് തിരിച്ചു വന്ന് ഇന്ന് ആ പാഷൻ വളരെ നന്നായിട്ട് വളരെ മനോഹരമായിട്ട് സക്സസ്ഫുള്ളി റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ദോഷി. I would like to welcome Doshi on the stage, please. എല്ലാവർക്കും സുഖമല്ലേ? ശബ്ദത്തിന് ഉഷാറ് പോരല്ലോ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇങ്ങനൊരു അവസരം ഈ അവസരത്തിൽ സംസാരിക്കുമ്പോൾ എന്നെ നമ്മളുടെ കാൽസോളിൽ സാർ കുറച്ച് മുമ്പ് കാണിച്ച പോലെ കൈ ഇങ്ങനെ നീട്ടി തന്നൊരാൾ അവിടെ ക്യാമറ ചെയ്യുന്നുണ്ട്. ശിവ ഒന്ന് എണീക്കാവോ? ഞങ്ങളൊരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. എനിക്കൊരു കൈ തന്നൊരാളാണത്. എന്നെ കൈപിടിച്ച് കുറേ വർക്കുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ജേർണി ഷോർട്ടാക്കി പറയാം. ശരിക്കും ഇവിടെ നിൽക്കുന്നത് വീഡിയോ എംപവർമെൻറ്റ് കോച്ച് എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ നമ്മളുടെ പ്രവീൺ സാറിൻ്റെ ഫ്രീഡം ചലഞ്ചിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ ഡെസിഗ്നേഷനാണ് വീഡിയോ എംപവർമെൻറ്റ് കോച്ച്. അതുവരെ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമാറ്റോഗ്രാഫർ എന്നൊരു ഡെസിഗ്നേഷനിലാണ് നിന്നിരുന്നത്. പവർ ഓഫ് വീഡിയോ, അതാണ് എനിക്ക് സംസാരിക്കാൻ തന്നിരിക്കുന്ന ടോപ്പിക്ക്. ഇങ്ങനൊരു വേദിയിൽ പവർ ഓഫ് വീഡിയോ എന്നുള്ളത് പറയണ്ട എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മളെല്ലാവരും ഇന്നിവിടെ ആയിരിക്കുന്നത് മിസ്റ്റർ പ്രവീൺ കാൽവിൻ എന്ന വ്യക്തിയുടെ വീഡിയോയുടെ പവർ കൊണ്ടാണ്, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് സാർ എപ്പോഴും പറയുന്നത്? നമ്മൾ എന്തുകൊണ്ടാണെന്ന് ഇവിടെ ഇരിക്കുന്നത്? സാറുമായിട്ടൊരു ട്രസ്റ്റ് നമുക്ക് ബിൽഡായിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ്, സാറുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ടുണ്ട്, അല്ലേ? ഒരു ഇമോഷണൽ ബോണ്ടിങ് സാറുമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഒതൻറ്റിസിറ്റി ബിൽഡായിട്ടുണ്ട്. ഇത് നമ്മളെ ഈ വീഡിയോ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളുടെ ജോലിയെ എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. സാറ് പറയുന്ന പോലെ 1 മിനിറ്റിൽ നമ്മൾ വീഡിയോ ചെയ്ത് ഔട്ട് ഇറക്കിയാലും അത് പല സമയങ്ങളിലായിട്ട് പല ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഗ്രോ ചെയ്യാനുള്ള ഒരു ബേസിക് സ്റ്റെപ്പാണ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ചെയ്യാനായിട്ട് പുറകിലേക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങുക. ഡ്രീംസ് ടു റിയാലിറ്റി, ഡ്രീംസിനെ പറ്റിയാണ് നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെറുപ്പത്തിലെ ഈ സാർ എപ്പോഴും പറയും മൈക്രോനിഷ് ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ മൈക്രോനിഷ് ഐഡൻറ്റിഫൈ ചെയ്യുക? പലരും നമ്മളുടെ കാൽസോളിലെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സാർ എനിക്ക് നിഷിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ലൈഫിൻ്റെ ജേർണീനെ
നമ്മളൊന്ന് ശരിക്കും റീതിങ്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ഏരിയ ഏതായിരിക്കുമോ അതായിരിക്കും നമ്മളുടെ മൈക്രോനിഷൻ തോന്നുന്നു. എൻ്റെ ഒരു ജേർണി ഷോർട്ടാക്കി പറയുമ്പോൾ മേ ബി നിങ്ങൾക്കത് യൂസ്ഫുൾ ആയേക്കാം. ഞാൻ ചെറുപ്പത്തിലെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ക്യാമറയാണ് കേട്ടോ എൻ്റെ ഫീൽഡ്. അപ്പോൾ ഫസ്റ്റ് ക്യാമറ കാണുന്നതെന്ന് പറയുന്നത് പണ്ട് നമ്മൾ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുന്നൊരു കുറേ പേരൊക്കെ ഉണ്ടോ ഇവിടെ? ഓക്കെ, അപ്പോൾ ഞാനൊക്കെ പള്ളിപ്പെരുന്നാളിന് പോകുമ്പോൾ എൻ്റെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് അമ്മ 10, 20 അല്ലെങ്കിൽ 30 രൂപ തരും. അപ്പോൾ ചേച്ചിമാരുണ്ട്, അനിയത്തിമാരുണ്ട്, കസിൻസ് എല്ലാവരും കൂടെ ഒരു ബഹളമയമായിരിക്കും അവിടെ. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മളിതിങ്ങനെ പോകുന്ന വഴി നടന്നാണ് കേട്ടോ പോവുക. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ നല്ല ബലൂണുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തൂക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് അവരുടെ കൂടെ പോകുന്ന സമയത്ത് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ ടോയ്സ് വാങ്ങാനുള്ള സമയമാണ്. ഈ തന്നേക്കുന്ന 20 രൂപ കൊണ്ടും അല്ലെങ്കിൽ 30 രൂപ കൊണ്ടും നമുക്ക് ടോയ്സ് വാങ്ങേണ്ട സമയമാണ്. ആ സമയത്ത് എൻ്റെ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ, അനിയന്മാരൊക്കെ ആണെങ്കിൽ നേരെ കാറ് ജീപ്പ് ആ പരിപാടികളിലേക്കൊക്കെ പോകും. അനിയത്തിയും ചേച്ചിമാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല പല നിറത്തിലുള്ള കുപ്പിവളകൾ അല്ലെങ്കിൽ നല്ല പല നിറത്തിലുള്ള ശിങ്കാർ പൊട്ടുകൾ, കൺമഷി, ഇതൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുക. എൻ്റെ ഇൻട്രസ്റ്റ് എന്തുകൊണ്ടോ അതെനിക്കിപ്പോഴും അറിയില്ല, അവിടെ തൂങ്ങിക്കിടന്ന ഒരു ക്യാമറ, ടോയ് ക്യാമറയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ക്യാമറ ഒന്ന് തരുമോ? അങ്ങനെ ക്യാമറ എടുത്തു. ആ വ്യൂ ഫൈൻഡറിൽ നോക്കി ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കണ്ട കാഴ്ച പല അനിമൽസ്, അതുപോലെ പല ബേർഡ്സ്, പല ഫിലിം സ്റ്റാർസ്. അപ്പോൾ എനിക്ക് അതിനോടൊരു കൗതുകം തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ആ ടോയ് വാങ്ങി. അങ്ങനെ ക്യാമറയോടുള്ള ഇഷ്ടം അവിടെ നിന്നാണ് എനിക്ക് തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ചും കൂടെയൊക്കെ വലുതായി വരുമ്പോൾ നമ്മൾ പല കളികൾ കളിക്കും. അപ്പോൾ ഈ കളികൾ കളിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കസിൻസിൻ്റെയൊക്കെ കൂടെ കളിക്കുമ്പോൾ പലരും ഞാൻ കൂടുതൽ സ്റ്റോറീസ് നരേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് പറയും, ഇയാൾ അമ്മയാവ്, ഇന്നയാൾ ചേട്ടനാവ്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ കഥകളിലെ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനും അവരുടെ ആക്ഷൻസിനെ ഇമ്പ്രൂവൈസ് ചെയ്യാനും ശ്രമിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, അമ്മ ദേഷ്യപ്പെടുന്ന ഒരു സീനാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെടുന്ന ഒരു സീനാണ്, നീ എന്താ പഠിക്കാത്തേ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കുറച്ചും കൂടെ മോഡുലേഷൻ, ഇത്രയും കൂടെ ദേഷ്യത്തിൽ പറ, അങ്ങനെ പറയും. അപ്പോഴാണ് എനിക്ക് അവരുടെ ഒരു ഡയറക്ടോറിയൽ സ്കില്ലുണ്ട് എന്ന് കോളേജിൽ ചെന്നപ്പോൾ 10th നാടകവും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതി സെറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ കോളേജിലെത്തി. അതായത് കോളേജിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് 10th ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഈ സിനിമാറ്റോഗ്രഫി, ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ കേട്ടിരുന്നു. പക്ഷേ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, സിനിമയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും, അപ്പോൾ അതിനെന്നെ വിടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, പ്രത്യേകിച്ച് ഞാനൊരു ലേഡിയാണ്, ആമ്പിള്ളേർ ചോദിക്കുന്ന പോലെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ അമ്മയ്ക്ക് ഇത്തിരി നാട്ടിൻപുറത്തുനിന്ന് വന്നതാണ്, അപ്പോൾ അത്ര ഉൾക്കൊള്ളാനൊന്നും അമ്മയ്ക്ക് പറ്റില്ലായിരുന്നു. അപ്പം അമ്മ ചോദിച്ചു, നീ ക്യാമറയൊക്കെ തൂക്കി നടന്ന കല്യാണ സമയത്ത് നിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? പെണ്ണിന് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ക്യാമറയെ തൂക്കിക്കൊണ്ട് നടക്കുമെന്നല്ലേ കാരണവന്മാർ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഓക്കെ. അപ്പം അമ്മ പറഞ്ഞു, നീ പഠിച്ചൊരു ഡിഗ്രി എടുക്ക്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും നിനക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് സമ്മതിക്കുകയാണെങ്കിൽ നീ അത് പ്രൊസീഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ ഓക്കെ എന്നാൽ വേണ്ട, അത് ചിലപ്പോൾ പ്രൊഫഷണലി ഈ പറയുന്ന പോലെ അമ്മമാർ പറയുന്നതിലും എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആ സ്വപ്നം അവിടെ നിർത്തി. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ IT വരുന്നത്. IT കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തത്. 2011 to 2012 ഞാൻ IT വർക്ക് ചെയ്തത്. 2007 to 2011 വരെയാണ് IT ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. 2011 ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടി. അവിടെ നിന്ന് IT ഫീൽഡ് തന്നെയായിരുന്നു കംപ്ലീറ്റ്ലി. ഒരു 2014 മാരേജ് ചെയ്തു. IT സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരിക്കുന്ന സമയത്താണ് മാരേജ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ദുബായ് സെറ്റിൽഡായിരുന്നു. ഞാനും ഹസ്ബൻഡും മോനും ദുബായിൽ വർക്ക് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ അവിടെ പ്രോഗ്രാമിങ്ങിനേക്കാളും IT തന്നെ പല സെക്ഷൻസ് ഉണ്ട്. പ്രോഗ്രാമിംഗ് ഉണ്ട്,
സെയിൽസ് ഉണ്ട്, അപ്പോൾ സോഫ്റ്റ്വെയർ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് ഈ പറയുന്ന പോലെ പ്രോഗ്രാമിങ്ങിലൊന്നും ആയിരുന്നില്ല. കുറേ കൂടെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോട് ഡയറക്റ്റ് സംസാരിക്കുക, അവരുടെ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം നമ്മൾ ഈ ബിസിനസ് ഓണേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പലതരത്തിലുള്ള പെയിൻ പോയിൻറ്റ്സ് പറയും. അതായത് അവർക്ക് ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അക്കൗണ്ട്സ് ഒരു സോഫ്റ്റ്വെയറിലായിരിക്കില്ല, ഇൻവെൻട്രി ഒരു സോഫ്റ്റ്വെയറിലും അക്കൗണ്ട്സ് വേറെ സോഫ്റ്റ്വെയറിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെ പല സോഫ്റ്റ്വെയർസിൻ്റെ ഡെമോൺസ്ട്രേഷൻ പല ബിസിനസ് ഓണേഴ്സിന് വേണ്ടി ചെയ്തു വന്നു. അവിടെയാണ് എൻ്റെ ഗ്രോത്ത് ഞാൻ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്തത്. 2020 വരെ ഞാൻ അങ്ങനെ IT ഫീൽഡിൽ വർക്ക് ചെയ്തു. അപ്പം മോനെ ഒരു ചെറിയ പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും മോനെ ഇവിടെ നാട്ടിൽ ഇപ്പോൾ പറയുന്ന പോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി ടൈം വൈകുന്നേരം 7 മണി വരെയൊക്കെയാണ്. മോനെ ഡേ കെയറിൽ വിടണം, ഡേ കെയറിൽ നിന്ന് പിക്ക് ചെയ്യണം, പിന്നെ വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ തീരുമാനിച്ചു, ഞാൻ അച്ചായനാണ് വിളിക്കുന്നത്, അച്ചായനും ഞാനും കൂടെ തീരുമാനിച്ചു മോനെ തൽക്കാലം നമുക്ക് നാട്ടിലേക്ക് വിടാം. ഈ പറയുന്ന പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ നമ്മൾ കിച്ചണിൽ കയറും. പിന്നെ കൊച്ചിനെ കൂടെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊച്ചിനെ കൊണ്ട് ഡേ കെയറിലാക്കണം. അപ്പോൾ എന്തിനാണ് അവനെ ഇവിടെ നിർത്തുന്നത്? പാരൻസിൻ്റെ സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ സ്നേഹമെങ്കിലും അവന് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മോനെ ഞങ്ങൾ നാട്ടിൽ അമ്മയുടെ അടുത്താക്കി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കാണ് ഈ പറയുന്ന പോലെ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിലെ ചെറിയ ചെറിയ മാറ്റങ്ങളെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ എല്ലാം ഓൺലൈനാക്കി പഠിത്തവും കാര്യങ്ങളും. അപ്പോൾ അമ്മയ്ക്ക് ഈ ടെക്നോളജി ഒന്നും വലിയ വശമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മ മിക്ക ദിവസവും വിളിച്ചിട്ട് പരാതി പറച്ചില്ല, എൻ്റെ മോളെ എനിക്കിതൊന്നും അറിയാൻ പാടില്ല, അവിടെ ഞെക്ക് ഇവിടെ ഞെക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അമ്മ അവിടെ ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമെന്ന് പറയും. ലാസ്റ്റ് അമ്മയ്ക്കും ദേഷ്യം വന്നു. ലാസ്റ്റ് അമ്മ പറഞ്ഞു, നീ നിർത്തി പോരെ, ഇങ്ങോട്ട് പോരെ, കാശും കാര്യങ്ങളൊക്കെ ഇനി പിന്നെ ഉണ്ടാക്കാം, അപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പൊക്കോ, ഇവിടെയാണെങ്കിലും ജോലി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് ഓൾമോസ്റ്റ് തീരാറായ സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു, റെസിഗ്നേഷൻ ലെറ്റർ ഇട്ടു. കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനിയിൽ നിന്ന് പറഞ്ഞു കുഴപ്പമില്ല ഡോഷി, സിറ്റുവേഷൻ മനസ്സിലായി, എപ്പോഴാണെങ്കിലും ദുബായിക്ക് വരുമ്പോൾ ആദ്യം വിളിക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ തന്നു. അപ്പോൾ അങ്ങനെ നാട്ടിൽ വന്നു. ശരിക്കും 2011 തൊട്ട് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിരുന്ന എനിക്ക്, നമ്മൾ സ്ഥിരം ഒരു കാര്യം കുറേ വർഷങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് നമ്മുടെ റൊട്ടീനായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോഴും അറിയില്ല. വന്നൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടായി. എന്ന് വെച്ചാൽ ഞാൻ കുട്ടീനെ നോക്കുന്നു, അടുക്കളയിൽ കുക്ക് ചെയ്യുന്നു, വീണ്ടും കുട്ടീനെ നോക്കുന്നു, ഇടയ്ക്ക് അച്ചായനെ വിളിക്കുന്നു, ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ ബോറിംഗ് ആയി ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ആഡ് ഞാൻ കാണുന്നത്, സിനിമാറ്റോഗ്രഫിയുടെ ഒരു ആഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് കോൺട്രാക്റ്റ് തീർന്നപ്പോൾ കിട്ടിയൊരു ബൾക്ക് എമൗണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതുവരെ ഏൺ ചെയ്ത ഈ പറയുന്ന പോലെ IT ഫീൽഡിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ മാസവും 30-ാം തീയതി എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. വേറെ കാശിൻ്റെ ഫൈനാൻഷ്യൽ ടെൻഷൻസ് ഒന്നും ഇല്ല. വീട്ടിലേക്ക് കുറച്ച് അയച്ചു കൊടുക്കും, ബാക്കി അടിച്ചു വിളിക്കും, കുറച്ച് സേവിങ്സിലേക്ക് ഇടും. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിച്ച് എനിക്ക് അത് വളരെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഈ സേവിങ്സ് എല്ലാം വെച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് ആ കോഴ്സ് പഠിച്ചുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ അച്ചായനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചായ അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞ് എന്തായാലും സമ്മതിക്കില്ല, അത് ഇയാളോട് ചോദിച്ചിട്ട് പിന്നെ വീട്ടിൽ പറഞ്ഞാൽ മതിയല്ലോ, ഇങ്ങനൊരു കോഴ്സിൻ്റെ പരസ്യം ഞാൻ കണ്ടു, അപ്പം ഞാനെന്നാൽ ആ കോഴ്സിന് ചേരട്ടെ, കുറച്ച് ഫണ്ട് കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്ന് പറഞ്ഞാൽ പാവാണ് കേട്ടോ, നല്ല മിമിക്രിയും ഈ പറയണ പോലെ എല്ലാത്തിനും ഒരുമിച്ച് കൂടെ നിൽക്കുന്നൊരു വൈബാണ്. അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ ചെയ്യാൻ തോന്നുവാണെങ്കിൽ ചെയ്യുക, ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, പഠിക്കാൻ തോന്നുവാണെങ്കിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ സിനിമാറ്റോഗ്രഫിയുടെ കോഴ്സിന് ജോയിൻ ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സിനിമാറ്റോഗ്രഫിയിൽ ജോയിൻ ചെയ്തൊരു 4 സിനിമ കണ്ടിന്യൂസ്ലി എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ പറയുന്ന പോലെ ഇവിടുത്തെ ക്യാമറയുടെ കൂടെയും അല്ലാതെ കുറേ വർക്കുകളും പല ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയും എനിക്ക് ചെയ്യാനായിട്ട് പറ്റി, അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ്. അങ്ങനെ 2023 ഞാൻ സ്വന്തമായിട്ട് ക്യാമറയും എക്യുപ്മെൻറ്റ്സും വാങ്ങി. നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല ഞെരുക്കങ്ങളിലേക്ക് പോകും. കാരണം ഉള്ളായിരുന്ന സേവിങ് എല്ലാം എടുത്തിട്ടാണ് അടുത്ത ഡിഗ്രി കോഴ്സ് ചെയ്തത് സിനിമാറ്റോഗ്രഫിയിൽ.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എനിക്കൊരു സിനിമ കഴിഞ്ഞ ഒരു ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്ക് ടൈമിൽ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എക്യുപ്മെൻറ്റ്സ് കയ്യിൽ വേണം. അപ്പോൾ അങ്ങനെ എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്തു. എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പരസ്യം ചെയ്തു. ഫേസ്ബുക്കിൽ കുത്തിയിരുന്ന് ഫേസ്ബുക്ക് ആഡ് പഠിച്ചു. അങ്ങനെ പരസ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ലീഡുകൾ വരാൻ തുടങ്ങി. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ലീഡുകൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓട്ടോമേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ ഓട്ടോമേഷൻ എങ്ങനെ നമുക്ക് എൻ്റെ ഈ വീഡിയോഗ്രാഫി ജേർണിയിൽ ഓട്ടോമേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കാൽസോളിലേക്ക് എത്തിപ്പെടുന്നത്. സാറിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് കാൽസോളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ കാൽസോളിൽ ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് ക്ലാരിറ്റി വന്നത്. സാർ എപ്പോഴും പറയും, അന്ന് വരെ എനിക്ക് ആകെ അറിയാവുന്ന കാര്യം ക്യാമറ എൻ്റെ കയ്യിലുള്ളപ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. വേറെ ഒന്നും എനിക്കറിയില്ല. വർക്ക് ചെയ്യണം എന്നറിയാം, വർക്ക് ചെയ്യാനറിയാം. പക്ഷേ ഒരു ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഈ ഗോൾ എത്രത്തോളം നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയില്ല. സാറ് പല വീഡിയോസിലും അപ്പോൾ ആദ്യം സാറ് ഗോൾ എഴുതും. നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂൾ, രണ്ടാമത്തെ മോഡ്യൂളൊക്കെ നിഷ് ക്ലാരിറ്റി ഒക്കെ വരുമ്പോഴേക്കും സാറ് പറയുന്ന ഒരു പോയിൻ്റാണ്, നിങ്ങൾ ഗോൾ എഴുതണം ഇങ്ങനെ പല പ്രാവശ്യങ്ങളിലായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോഴും എനിക്ക് ഗോൾ എഴുതാൻ മടിയാണ്. ഞാൻ എന്തും പറഞ്ഞ് ഗോൾ എഴുതും. ബിസിനസ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് എഴുതോ, അതെയോ സിനിമയിൽ സിനിമാറ്റോഗ്രഫി ചെയ്യണമെന്ന് എഴുതോ, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ 10 days വീഡിയോ ചലഞ്ച് വന്നു. വീഡിയോ ചലഞ്ചിൽ ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ കൊടുക്കുക എന്ന് പറയുന്ന 10ാമത്തെ ദിവസം എത്തി. ആ 10ാമത്തെ ദിവസത്തിൽ ഞാൻ കരഞ്ഞിട്ടാണ് അവസാനം വീഡിയോ ഇടുന്നത്. ഒരുപാട് റിലേഷൻസ്, ഞാൻ ഈ പറയുന്ന പോലെ ബിസിനസ്സിൻ്റെ പുറകെ ഓടി നടക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്തുനിന്ന് ഒരിക്കലും വിട്ടുപോയില്ലാത്ത സ്നേഹം നമ്മളുടെ ഫാമിലിയിലേ ആയിരിക്കും. ഫാമിലി മെമ്പേഴ്സ്, ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും ശരി, ഹസ്ബൻഡിനോട് പിന്നെ സംസാരിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന അമ്മയോടായിരിക്കും. അമ്മയ്ക്ക് ഈ പറയുന്ന പോലെ 9 to 5 ജോബാണ് ഏറ്റവും ഇഷ്ടം. അന്നും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറ എടുത്ത് പോയപ്പോഴൊന്നും ആൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അമ്മയും പറഞ്ഞു, ഈ പറയുന്ന പോലെ നീ ഇതെന്താ ഇങ്ങനെ ജോലിയൊക്കെ കളഞ്ഞിട്ട് വീണ്ടും ഈ ക്യാമറയുടെ പുറകെ കിടക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് വീഡിയോ ചലഞ്ച് അമ്മയൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്ന പോലെ ഫീൽ ചെയ്തു. കാരണം ഈ എന്ത് പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെടുക. അപ്പം ആ ഒരു പോയിന്റിൽ 10th day ഈ പറയുന്ന എല്ലാവർക്കും ഞാൻ മെസ്സേജ് അയച്ചു, അമ്മയ്ക്കടക്കം ഒരു വീഡിയോ മെസ്സേജ് അയച്ചു. വീഡിയോ മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ ഗോൾ കാർഡ് എഴുതി. നമ്മുടെ കാൽസോളിൻ്റെ ഗോൾ കാർഡാണിത്. സാറ് പറഞ്ഞ പോലെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിരുന്നു, വീഡിയോ എടുത്തിരുന്നു. ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് December 2026 പക്ഷേ ഓൾമോസ്റ്റ് December 2025 ആയപ്പോഴേക്കും അതിൻ്റെ ഒരു പകുതിയോളം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ കുറേ കൂടെ ഇൻവോൾവ് ആവും. പല ഡിസ്ട്രാക്ഷൻസിലേക്കും പോവാതെ ഒരേ കാര്യത്തിനെ ഫോക്കസ് ചെയ്യാൻ നമ്മളെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങണം എന്നുള്ള പ്ലാനിലേക്ക് എത്തി. കാൽസോളിൽ വന്നു, ഓക്കെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് സ്റ്റുഡിയോ തുടങ്ങണം എന്നുള്ള പ്ലാനിലേക്ക് എത്തി. അതിനു വേണ്ടി സ്റ്റുഡിയോയുടെ അഡ്വാൻസ് കൊടുത്ത ദിവസമാണ് അൺഎക്സ്പെക്റ്റഡ്ലി അഡ്വാൻസ് കൊടുത്ത സെയിം ഡേ വൈകുന്നേരം ഞാനിങ്ങനെ ഒരു ഫെനിക്സ് പക്ഷി ഇങ്ങനെ പറക്കാൻ ചിറക് വിടർത്തി ഞാൻ ദേ ഇപ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് പറന്നു പോവാന്ന് പറയുന്ന പോലെ ഇരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വന്ന് ആരോ എൻ്റെ ചിറക് വെട്ടിയിട്ടൊരു ഫീലായിരുന്നു. ആ റോട്ടിൽ കിടന്ന് ഞാൻ ഉറക്കെ അലറിക്കരഞ്ഞു. അതെൻ്റെ പെയിൻ കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, എൻ്റെ സ്വപ്നം എനിക്ക് എത്തിപ്പിടിക്കാൻ ഇനിയും സമയമെടുക്കുമല്ലോ എന്നുള്ള വേദനയുടെ പുറത്തായിരുന്നു ഞാൻ കരഞ്ഞത്. പക്ഷേ അവിടെ എനിക്കൊരു ഹോപ്പ് അത് കിട്ടിയത് കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു. നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് സാർ എപ്പോഴും പറയും ഫീഡിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം, അത് പലരെയും നിങ്ങളറിയാതെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും എന്ന് പറയാറുണ്ട്. ശരിക്കും കാൽസോൾ അന്ന് മുതൽ ഞാൻ ഫീഡുകൾ മാത്രമായിരുന്നു, കാരണം എനിക്ക് ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫീൽഡിലെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നോക്കും, അവിടെയാണ് എനിക്ക് ബലം കിട്ടിയത് മുമ്പോട്ടേക്ക് പോവാൻ. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ തളർന്ന സ്വപ്നങ്ങളെ, വാടിക്കരിഞ്ഞ സ്വപ്നങ്ങളെ വീണ്ടും ആ ഹോപ്പിൻ്റെ പുറത്ത് സ്റ്റുഡിയോയുടെ വർക്കുകളെല്ലാം ഫോണിൽ കൂടെ കോർഡിനേറ്റ് ചെയ്തു. വീഡിയോസ് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 82 ഫോളോവേഴ്സിൽ നിന്ന് ഓൾമോസ്റ്റ് 3000 സംതിങ് ഫോളോവേഴ്സിലേക്ക് വളരാൻ എനിക്ക് പറ്റി. അങ്ങനെ ഫൈനലി എൻ്റെ സ്റ്റുഡിയോ ഞാൻ വെഞ്ചരിച്ച് കയറി. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ അത് മുമ്പോട്ടേക്ക് പോകുന്നു. കാൽസോളിൽ ശരിക്കും
ഈ 10-day വീഡിയോ ചലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഫ്രീഡം ചലഞ്ച്. എന്താണ് ഈ ഫ്രീഡം ചലഞ്ചിൽ നടക്കുന്നതെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. എനിക്കൊരു ഞാൻ ജൂൺ 11 കാൽസോളിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ Q4 ബാച്ച് ഓൾമോസ്റ്റ് പകുതിയായി നിൽക്കുക. അപ്പോൾ ഈ ഫ്രീഡം ചലഞ്ചിൽ ആരെങ്കിലും അവിടെ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ സാറ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രീഡം ചലഞ്ചിൽ എന്താണ് സംഭവിക്കുക എന്നിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ഞാൻ Q5 പങ്കെടുക്കുന്നത്. അവിടെ ഓരോ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എനിക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുമായിരുന്നു. എന്താണ് ശരിക്കും എൻ്റെ ലൈഫിൻ്റെ പർപ്പസ്, എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് ഫോക്കസ് ചെയ്താൽ ഇനി മുമ്പോട്ടേക്ക് പോകാനായിട്ട് പറ്റും. ബിസിനസ് കോഡെക്സ് കഴിയുമ്പോൾ ബിസിനസ്സിനെ പറ്റി കറക്റ്റ് എങ്ങനെ പോകണമെന്നൊരു ട്രാക്ക് കിട്ടി. നിഷ് ക്ലാരിറ്റി കോഡെക്സ്, ഇതെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സ്റ്റുഡിയോ തുടങ്ങി ഈ കഴിഞ്ഞ ഡിസംബറിലാണ്. ഡിസംബർ 1 ഞാൻ അക്കൗണ്ട്സ് നോക്കിയപ്പോൾ ശരിക്കും ഇതുവരെ IT ഫീൽഡിലല്ല, ക്യാമറ ഫീൽഡിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു 1 lakh ഏൺ ചെയ്യുന്നത്. അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ആളുകളെ ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട് ക്യാമറ വാങ്ങിയ സമയത്ത്. കാരണം ഹൈ ഇൻട്രസ്റ്റിലാണ് ഞാൻ എക്യുപ്മെൻറ്റ്സ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ലേഡീസ് ആയതുകൊണ്ട് നമ്മളെ വർക്കിന് പിടിക്കാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടായിരുന്നു. ഈ പെൺകുട്ടി ക്യാമറ എടുത്ത് എത്രത്തോളം നമ്മൾ ഗിംബലൊക്കെ മൂവ് ചെയ്യുന്ന ചേട്ടൻ മൂവ് ചെയ്യുന്ന പോലെ എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ള ഡൗട്ട്സൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റി ഒന്നും തരില്ല. പക്ഷേ ആ സ്റ്റേജിൽ നിന്നൊക്കെ മാറി ഒരു സ്റ്റുഡിയോ തുടങ്ങി നമ്മൾ വീഡിയോസിലൂടെ നമ്മളുടെ അറിവുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ പൂമ്പാറ്റകളെ നമ്മൾ ഒരു ഗാർഡൻ ഉണ്ടാക്കി അട്രാക്റ്റ് ചെയ്യാമെന്ന് പറയുന്ന പോലെയായിരുന്നു. ശരിക്കും എൻക്വയറീസ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി വീഡിയോ ചെയ്യാനായിട്ട്. അപ്പം അത് എനിക്ക് വളരെ പ്രൗഡ് മൊമെൻ്റാണ്. ശരിക്കും എനിക്കൊരു എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് പറയുന്നത്, ചലഞ്ചസിനെ എല്ലാം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുക്കുക. എല്ലാവരുടെയും ലൈഫിൽ ചലഞ്ചസ് വരും, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ലൈഫിൽ ചലഞ്ചസ് വരും. നമ്മളുടെ പ്രോബ്ലത്തിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലത്തിനെയും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ ശ്രമിച്ചാൽ അത് നമ്മളെ ഒരുപാട് സ്ട്രോങ് ആക്കും. ശരിക്കും ഈ ആക്സിഡൻറ്റ് എന്നെ ഒരുപാട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സപ്പോർട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള കാരണം കിടന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നെ പഠിപ്പിച്ചത് കാൽസോൾ കമ്മ്യൂണിറ്റി മാത്രമാണ്. അപ്പോൾ സാറ് പറയുന്ന പോലെ വീഡിയോ കൊണ്ട് ഒരാളുടെയെങ്കിലും ലൈഫിൽ വീഡിയോയും ഐറ്റിയും ക്ലബ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കോഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 499 ഒരു കോഴ്സ് സാറിൻ്റെ ഗൈഡ് ലൈൻസോടുകൂടി. സാറ് പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഈ കാൽസോളിലേക്ക് വന്നത്. ഓട്ടോമേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ടാണ്. പക്ഷേ ഞാനൊരു 499 കോഴ്സ് ലോഞ്ച് ചെയ്തു. ലാസ്റ്റ് ഡേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരാൾ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മൊത്തം മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാതെ ഒരു 7 പേര് ആ കോഴ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ലൈഫ് കൊണ്ട് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരാളുടെയെങ്കിലും ലൈഫിൽ ഒരു ചെറിയ ചേഞ്ചെങ്കിലും വരുത്താൻ പറ്റണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ.